ഞാൻ വന്നിട്ടിപ്പോൾ ഇതേ മൂന്നാമത്തെ ദിവസമായിട്ടോ. പടപടപടേന്ന് ദിവസങ്ങൾ പോവാണ്. 2 മാസത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്കിനും മൂന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. പക്ഷേ സൂണ് നമ്മൾക്ക് തിരിച്ചു പോകണമല്ലോ. അപ്പം അതിൻ്റെ ഒരു മൂന്നാമത്തെ ദിവസം എന്നൊക്കെ പറയുമ്പോൾ ലാസ്റ്റ് ഡേയ്സിലേക്കായി. ഇരിക്കുന്നത് എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ മോനാട്ടോ. നല്ലൊരു ഞായറാഴ്ചയായിട്ട് ഞങ്ങൾ പള്ളിയിലൊന്നും പോയിട്ടില്ല. അവൻ പള്ളിയിലൊക്കെ പോയി നമ്മുടെ വീട്ടിൽ വന്നായിരുന്നു. അപ്പോഴത്തേക്കിനും അമ്മ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആശയ എനിക്കും ആശിഷിനും ആശയ്ക്ക് വേണ്ടി അപ്പം ഉണ്ടാക്കാൻ തുടങ്ങി. മനു ഓൾറെഡി കഴിച്ചിട്ട് പോയി. എൻ്റെ കസിൻ നേരത്തെ കണ്ടില്ലേ, മനു ഓൾറെഡി കഴിച്ചിട്ടാണ് പോയത്. ക്യാമറ അങ്ങോട്ട് വന്നതും അത് ഞാനൊക്കെ ഇരിക്കണം, എൻ്റെ വായൊക്കെ തുറന്നിരിക്കും. അതാണൊരു സ്കില്ലാണ് അതൊക്കെ. മോളെ ഇച്ചിരി കറി കൂടി ഇടും. നല്ല പോത്ത് രാവിലെ ഇങ്ങനെ തിളപ്പിച്ച് വയ്ക്കത്തില്ലേ, അപ്പം അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ ഭയങ്കര രസം. അധികം മസാലയൊന്നും ഇടാതെ നല്ല ചാറോടുകൂടി നെയ്യുള്ള പോത്തിറച്ചി. കാറ്റഗീസ് സമയത്തൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ 10 മണിയാകുമ്പോൾ കാറ്റഗീസും കുർബാനയൊക്കെ കഴിഞ്ഞ് വരുമ്പം വിശന്ന് പൊരിഞ്ഞ് വരുമ്പോൾ ദൂരത്ത് വരും ഇതിൻ്റെ മണം. ഞാൻ ഇത് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുക. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആശയുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടാക്കിയ അപ്പമൊക്കെ കഴിച്ച് റെഡി ആവാമെന്ന് കരുതി. ഇന്ന് കുറച്ച് പ്ലാൻസ് ഉണ്ടേ. ഇന്ന് എക്സിബിഷനൊക്കെ പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. സത്യം പറഞ്ഞാൽ അന്ന് നടന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു. കാര്യം ആശയ്ക്കും ആശിഷിനും നാളെ തൊട്ട് ജോലിയുണ്ട്. അപ്പോൾ എനിക്ക് അവരെ കിട്ടത്തില്ല. അപ്പോൾ ഇന്നും കൂടിയേ കിട്ടത്തുള്ളൂ. പിന്നെ നെക്സ്റ്റ് സാറ്റർഡേ കിട്ടത്തുള്ളൂ. അന്നും ആശയെ മാത്രമേ ഉള്ളൂ, ആശിഷിന് അന്ന് ജോലിയുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ കുറച്ചൊന്ന് പുറത്തൊക്കെ പോയി ചില്ല് ചെയ്യാമെന്ന് കരുതി. പക്ഷെ ഉച്ച കഴിഞ്ഞിട്ടാണ് പോയത്. കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറേ അവൻ്റെ പ്രയോറിറ്റീസിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു ലൈഫല്ലേ ഞങ്ങളുടെ, അത് ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയാം, എനിക്ക് അപ്പത്തിലോട്ട് ചാറിങ്ങനെ കയറണത് ഇഷ്ടമല്ല. ഇറങ്ങരുത്, എനിക്ക് സൈഡിൽ ഒഴിച്ചിട്ട് മുക്കി തിന്നണം. അപ്പം 3 ഇട്ട് കഴിഞ്ഞാൽ മൂന്നാമത്തേക്ക് എത്തുമ്പോഴത്തേക്കിനും ഓൾറെഡി ഇറങ്ങി ഇതായിട്ടുണ്ടോ. ഞങ്ങൾ അപ്പയുടെ അനിയന്മാരൊക്കെ തൊട്ടപ്പുറത്തപ്പുറത്തായിട്ട് താമസിക്കുന്നേ. അപ്പോൾ പോളങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട്, കൊച്ചിനെ കളിപ്പിക്കാനൊക്കെ ആയിട്ട്. നല്ലൊരു ഞായറാഴ്ചയൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ ദേ ഉച്ചയ്ക്ക് റെഡിയൊക്കെ ആയി നേരെ എക്സിബിഷന് പോകാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ലുലുവിൽ മാത്രമേ അവസാനിച്ചുള്ളൂ. വേറൊരു ലുലുയുടെ ഭാഗം കണ്ടുള്ളൂ. അപ്പോൾ അവന് നല്ല പുതിയ ആദ്യത്തെ എൻ്റെ ചക്കര ബേബിയുടെ ഷൂസാണ് അത്. അപ്പം അവൻ്റെ ആദ്യത്തെ ഷൂ ഈ ഒരു വ്ളോഗിലൂടെ അവൻ വലുതാവുമ്പോൾ കാണാൻ പറ്റട്ടെ. അപ്പം ഞങ്ങൾ ചില്ല് ചെയ്ത് ഞാനിന്ന് കണ്ണാടിയൊക്കെ വെച്ച് ഇരുന്നപ്പോഴത്തേക്കിനും അവൻ എന്നെ മനസ്സിലാവുന്നുണ്ട്. അവന് ഭയങ്കര നാണമൊക്കെ ആയിരുന്നു. ഇന്നലെ തമന്നെ കണ്ട ആ ഒരു എഫക്റ്റ് പോലെയായിരുന്നു. പക്ഷേ ദേ പുതിയ ഷൂസൊക്കെ കണ്ടോ, എന്തൊരു ചിൽ ബേബിയാണെന്ന് അറിയാം. ഞങ്ങളുടെ ബേബി ഒരു ഞങ്ങൾക്കൊക്കെ ഉള്ളൊരു ബ്ലെസ്സിങ് ആണ് അവൻ. എനിക്ക് അനിയൻ്റെ കൊച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വികാരം ഉണ്ടെന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഐ എം ഇൻ ലവ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ലുലുവിലേക്ക് പോയി. ഞങ്ങൾക്ക് കുറച്ച് ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ ചെറുതായിട്ട് മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കണമായിരുന്നു. അപ്പം ഞങ്ങൾ ഇന്ന് അവിടെ തന്നെ പോകാമെന്ന് കരുതി. കാര്യം ഇന്ന് വൈകുന്നേരം അങ്കിൾമാരെല്ലാവരും വീട്ടിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ എക്സിബിഷനൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കിനും ഒത്തിരി ലേറ്റാവും. അപ്പം നമ്മളുടെ ആ കാര്യങ്ങളൊക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ലുലുവിലെത്തി, കാറ് പാർക്ക് ചെയ്തു. നേരെ പോയത് ഭക്ഷണം കഴിക്കാനായിട്ട് പാരഗണിലേക്ക്. ഇന്നലെ നല്ല ക്യൂ ആയിരുന്നല്ലോ. അപ്പം എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു കഴിപ്പുണ്ടാവണം. എനിക്ക് പറ്റിയൊരു നാത്തുന്നെയായിട്ട് കിട്ടിയേ. അവിടെ വീഡിയോ എടുക്കാനായിട്ട് എന്നേക്കാൾ ഉത്സാഹം പുള്ളിക്കാരിക്കായിരുന്നു. പുള്ളിക്കാരിക്ക് ഒരു ചാനലുണ്ട്, ആശിഷ് എന്ന് പറഞ്ഞിട്ടുള്ള.
ആൾക്കിപ്പോൾ കുട്ടിയൊക്കെ ആയതിനു ശേഷം ഭയങ്കര കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, എഡിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പം വീഡിയോകളൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്ക് നല്ല സോഫയൊക്കെ ഉള്ളൊരു സീറ്റ് തരാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു, ബിക്കോസ് കുട്ടിയൊക്കെ ഉള്ളതല്ലേ. പാരഗണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ഫുഡും അവരുടെ സർവീസുമാണ്. നല്ല പീസ്ഫുൾ വെൽക്കമിങ് സ്റ്റാഫും, നമുക്ക് കുട്ടിയൊക്കെ ഉണ്ടെന്ന് നമ്മൾ പോലും പറയാതെ നമ്മളെ അത് കണ്ടറിഞ്ഞ് അവർ അതിനൊക്കെയുള്ള സീറ്റൊക്കെ അറേഞ്ച് ചെയ്തു. പുറത്തേക്കുള്ള വ്യൂവും ഭയങ്കര രസമുണ്ടായിരുന്നു. അതാണ് ലുലു മോളിൻ്റെ ഹോൾ വ്യൂ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചു. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, രാവിലെ അപ്പം കഴിച്ചിട്ടല്ലേ ഇറങ്ങിയത്. സോ വി ഓർഡേഡ് ചിക്കൻ 65 സ്റ്റാർട്ടേഴ്സ്. പക്ഷേ സ്റ്റാർട്ടേഴ്സിലില്ലാത്ത സാധനമായിരുന്നു, പക്ഷെ ഞങ്ങളത് ഓർഡർ ചെയ്തിരുന്നു. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പാരഗണിൽ പോയാൽ കഴിക്കാതിരിക്കാൻ മറക്കരുത്. അടിപൊളി ടേസ്റ്റ്, ലെസ് ഓയിൽ, ലെസ് മസാല, ബട്ട് വെരി 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 ഫ്ലേവർഫുൾ. പിന്നെ ഞങ്ങൾ ചിക്കൻ ലോലിപോപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആശിഷിനും ഒരു ക്രീമി സൂപ്പും ചായയും, പിന്നെ എനിക്കൊരു ഫ്രഷ് ലൈം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബേബിക്ക് കുറച്ച് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഗ്രിൽഡ് ബീഫ് ബിരിയാണി, ചെമ്മീൻ റോസ്റ്റ്, പത്തിരി, ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചു. എനിക്ക് ആ ഒരു ബിരിയാണിയിൽ എന്തോ കലക്കി തന്നിട്ടുണ്ട്. എനിക്കിവിടെ വന്ന ബിരിയാണി മാത്രം മതി കടകളിലൊക്കെ പോകുമ്പോഴേ. ഞാൻ വേഗം കഴിച്ചു കഴിഞ്ഞായിരുന്നു. പിന്നെ ഞാൻ അവനെ ചാടി ഓടി പിടിച്ചു. എനിക്ക് അവനെ കൂടെ ഇങ്ങനെ ഇരിക്കണമെന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അവൻ്റെ അടുത്ത് കുറച്ച് നേരം കളിപ്പിച്ചു. അപ്പോഴത്തേക്കിനും അവർ ബാക്കിയുള്ളവരൊക്കെ കഴിച്ചു തീർത്തു. അവനോട് ശല്യം ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞാൻ എൻ്റെ അത്യാഗ്രഹം കൊണ്ട് എടുത്ത് പിടിച്ചതാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അവന് കുറച്ച് ഡ്രസ്സുകളൊക്കെ മേടിക്കാൻ വേണ്ടി. ഇനിയിപ്പം ഞാൻ അവനെയും കൊണ്ട് പുറത്ത് എപ്പോഴാണ് പോകുന്നതെന്ന് അറിയത്തില്ല, അതുകൊണ്ട് തന്നെ അവന് കുറച്ച് ഡ്രസ്സുകളൊക്കെ മേടിക്കാൻ വേണ്ടി ആദ്യം R&Bയിൽ കയറി. ഇത് ലുലു മോളിലുള്ള ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിലുള്ളൊരു ഷോപ്പാണ്. അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതും കുറേ നല്ല പിജാമാസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ യൂറോപ്പിലേക്കൊരു പ്രൈമാർക്കിൻ്റെ ചെറിയ വേർഷൻ. എല്ലാ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ, ബേസിക് ആയിട്ടുള്ള ക്ലോത്ത്, ബാഗ്സ്, ഷൂസ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഭയങ്കര ക്വാളിറ്റി ഉണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ വീട്ടിലിടാൻ പറ്റുന്ന പോലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞിട്ട് കണക്റ്റിൽ പോകാനുള്ള വഴിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കണക്റ്റിലാണ് അടുത്തതായിട്ട് പോയത്. പിന്നെ അവൻ്റെ കുറേ ചില്ലിങ്ങും, അവൻ നല്ല പോലെ കോപ്പറേറ്റ് ചെയ്ത് ഞങ്ങളുടെ കൂടെ ചില്ലിയ റെഡി ആയിട്ട് ഇരുന്നിരുന്നത്. അവിടുത്തെ ഫുൾ സ്ക്രീനുകളും ലൈറ്റുകളും ഡ്രസ്സുകളും ഒക്കെ കണ്ട് ഞങ്ങളുടെ ചക്കര ബേബി. എനിക്ക് ഇവനെ കാണുമ്പോൾ ആശിഷിൻ്റെ ചെറുപ്പകാലം കേട്ടോ ഓർമ്മ പറഞ്ഞേ. താടിയൊക്കെ ചിന്നൊക്കെ ആശയുടെ പോലെയാണെങ്കിലും ബാക്കിയുള്ളതൊക്കെ ആശിഷിൻ്റെ പോലെയെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. സോറി ആശിയ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എഗെയിൻ ഞങ്ങൾ ഞങ്ങളുടെ സെൽഫീസുകളും കാര്യങ്ങളും ഒക്കെ എടുത്ത്. അവൻ്റെ കണ്ണ് കണ്ടോ, എല്ലാ സ്ക്രീനുകളിലും അവൻ്റെ കണ്ണുണ്ട്. അവനെ ഫോണ് തൊടിക്കത്തില്ലേ, അവന് സ്ക്രീൻ ടൈം കൊടുക്കാറില്ല. TV അവനുള്ളപ്പം ലിവിങ് റൂമിൽ TV വയ്ക്കാറില്ല. അപ്പം അവനിതൊക്കെ കാണുമ്പോൾ ഒരു വാവ് എഫക്റ്റാണ്. പക്ഷെ അതിനോടൊന്നും ഒരു ഭയങ്കര അട്രാക്ഷനൊന്നുമില്ല, പക്ഷെ എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് ഇപ്പോഴല്ലേ വന്നു തുടങ്ങി, എനിക്ക് കഴിഞ്ഞ ഒരു ദിവസം വന്നുള്ളൂ. ഇങ്ങനെയുണ്ട് ഞങ്ങളുടെ കുട്ടി റെമോ. അങ്ങനെ കണക്റ്റിൽ നിന്ന് ഞങ്ങൾ മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് താഴേക്ക് വന്നപ്പോൾ ലുലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എറണാകുളത്തിലെ മൊത്തം ജനങ്ങൾ അതിനകത്തുണ്ട്, കൊച്ചിയിലെ മൊത്തം ജനങ്ങൾ അതിനകത്തുണ്ട്. ട്രാഫിക് ബ്ലോക്ക് പോലെയായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വെസ്റ്റ് സൈഡിലേക്ക് പോയി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി പില്ല കേട്ടോ. എടാ കുറച്ചേരം കൂടെ സന്തോഷിപ്പിച്ചിട്ട് പോവാടാ.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അവന് കുറച്ച് നല്ല ഡ്രസ്സുകളൊക്കെ എടുത്തു. എനിക്കും ആഷയ്ക്കും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അതും മേടിച്ചതിന് ശേഷം നേരെ കാറിലേക്ക് കയറി. ബിക്കോസ് ഞങ്ങളുടെ അങ്കിൾമാർ അവിടെ ഓൾറെഡി വന്നു. ഞങ്ങൾ ഓൾറെഡി 1 മണിക്കൂർ ലേറ്റാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. അവർ അവരുടെ കലാപരിപാടികൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യുമായിരുന്നു. കാര്യം ഇന്നെല്ലാവർക്കും ഞങ്ങൾ തലേ ദിവസം പോയി മേടിച്ച ആ ഒരു ബിരിയാണി ഉണ്ടായിരുന്നുള്ളത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. സോ വി തോട്ട് ഓഫ് ഓർഡറിങ് ടു എവ്രി വൺ ബിക്കോസ് ഇറ്റ് വാസ് റിയലി മൈൽഡ് ആൻഡ് വെരി എന്താ പറയുക മോയിസ്റ്റ്, നല്ല ബീഫ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ബീഫാണ് ഓർഡർ ചെയ്തത്. ബിക്കോസ് ഞാൻ ചിക്കനാണ് ഓർഡർ ചെയ്തത് തലേ ദിവസം. അപ്പം ഇന്ന് ബീഫാക്കാമെന്ന് കരുതി. അപ്പോൾ അത് ഓർഡർ ചെയ്തു ആ സമയത്ത് തന്നെ. അപ്പോൾ അത് വീട്ടിലേക്ക് എത്തിക്കോളും. നിങ്ങളും കഴിക്കണം കേട്ടോ. താൽ എന്നാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇവിടെ ഇരിക്കുന്നതാണ് എൻ്റെ അങ്കിൾമാരെല്ലാവരും. പിന്നെ ആശയുടെ പപ്പയുണ്ട്, മമ്മിയുണ്ടായിരുന്നു. ആൻറ്റിമാരിൽ ശനി ആൻറ്റി മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി 2 ആൻറ്റിമാരുണ്ടായിരുന്നില്ല. അവരിനി അല്ലാതെ വരും. അതായിരിക്കുന്നതാണ് ജോസ് അങ്കിൾ, പോൾ അങ്കിൾ, ഫ്രെഡി അങ്കിൾ, ബാബു അങ്കിൾ, പിന്നെ ആശയുടെ പപ്പ. ഞങ്ങളുടെ വീടൊരു മ്യൂസിക്കൽ ഫാമിലിയാണ്. പിന്നെ ഇവന് ഭയങ്കര താളബോധവും എല്ലാത്തിനും കൊട്ടും. കുഞ്ഞു ബേബിയല്ലേ. ഒന്നും കൂടി പാട്. ഞാനിങ്ങനെ ഫ്രീഡി ഇങ്ങനെ കേട്ടിട്ടില്ല. ഫ്രീഡിയെങ്കിൽ
എവിടെ പാട്ടെന്ന് കുറച്ച് നല്ല മൊമെൻറ്റ്സ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. നിങ്ങൾക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.